നമസ്കാരം, വെൽക്കം ടു KPSC 2.0. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫി ഭാഗത്തു നിന്നുള്ള മേഘങ്ങൾ എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, മിക്ക പരീക്ഷയിലും ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവാറുണ്ട്. കുറച്ച് പോയിന്റുകൾ മാത്രം പഠിച്ച് നമുക്ക് എങ്ങനെയാ മാർക്ക് സ്കോർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് മേഘങ്ങൾ. മേഘങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, സമുദ്രത്തിലെ ജലം ബാഷ്പീകരിച്ച് നീരാവിയായി മാറുന്നു. ഈ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. അന്തരീക്ഷത്തിലെ താപനില മുകളിലേക്ക് പോകുന്തോറും കുറയുന്നത് മൂലം നീരാവി ഘനീഭവിച്ച് ചെറിയ ജലകണികകളായി മാറുന്നു. ഈ ജലകണികകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് മേഘങ്ങൾ. ഭൗമാന്തരീക്ഷത്തിലെ ജലബാഷ്പം തണുത്ത് ഘനീഭവിച്ചുണ്ടാകുന്ന സൂക്ഷ്മ ജലകണികകളോ മഞ്ഞുപരലുകളോ ചേർന്നാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. മേഘങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് നെഫോളജി. നെഫ്രോളജി അല്ല, നെഫോളജി. നെഫ്രോളജി കിഡ്നിയെക്കുറിച്ചുള്ള പഠനമാണ്. മേഘങ്ങളെ അതിൻ്റെ ഉയരം, ആകൃതി, അവ കാണപ്പെടുന്ന രീതി എന്നിവയനുസരിച്ച് വർഗീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും 4 മേഘങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവയാണ് സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്, നിംബസ് എന്നിവ. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി പരിചയപ്പെടാം. ആദ്യത്തേത് സിറസ് മേഘങ്ങൾ. ഏറ്റവും ഉയരത്തിൽ കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അതായത് 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ. ഇവ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ്. വെള്ള തൂവൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങളുടെ ആകൃതി തൂവൽ പോലെ കാണപ്പെടുന്നു. ഇവ തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയത്താണ് സാധാരണയായി കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതാണ് ക്യുമുലസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങൾ കാണപ്പെടുന്നത് 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിലാണ്. ഇവയുടെ ആകൃതി എന്ന് പറയുന്നത് പഞ്ഞിക്കെട്ടുകൾ പോലെയാണ്. എന്നാൽ താഴ്ഭാഗം നിരപ്പായി കാണപ്പെടുന്നു. ഇവയും നല്ല കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘങ്ങളാണ്. ഇവയ്ക്ക് മറ്റൊരു പേരുകൂടിയുണ്ട്, സംവഹന മേഘങ്ങളെന്നും അറിയപ്പെടുന്നു. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ. അടുക്കടുക്കളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താപനഷ്ടം മൂലമോ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായു സഞ്ചയനങ്ങളുടെ സങ്കലനം മൂലമോ ആണ് ഇവ രൂപപ്പെടുന്നത്. അവസാനമായി നമുക്ക് പഠിക്കാനുള്ളത് നിംബസ് മേഘങ്ങൾ. ഇവയാണ് മഴ നൽകുന്ന മേഘങ്ങൾ. നിംബസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം തന്നെ മഴമേഘം എന്നാണ്. നിംബസ് മേഘങ്ങൾ മഴമേഘങ്ങളാണ്. കറുപ്പ് അല്ലെങ്കിൽ കടും ചാര നിറത്തെ കൂനകൾ പോലെയാണ് ഇവ കാണപ്പെടുന്നത്. ഇവ സൂര്യപ്രകാശത്തെ പൂർണ്ണമായും തടയുന്നു. അതുകൊണ്ട് ഇവ സാന്ദ്രത കൂടിയ മേഘങ്ങൾ കൂടിയാണ്. നിംബസ് മേഘങ്ങൾ മഴമേഘങ്ങളാണ്. അവ സാന്ദ്രത കൂടിയ മേഘങ്ങളാണ്. കറുപ്പ് അല്ലെങ്കിൽ ചാര നിറത്തിൽ ഇവ കാണപ്പെടുന്നു. ഓരോ മേഘങ്ങളും അവയുടെ പ്രത്യേകതകളും അവ കാണപ്പെടുന്ന ആകൃതിയും നിറവും ഓർത്തിരിക്കുക. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങളാണ് സാധാരണയായി വന്നു കാണാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.